ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പെസഹാകാലം 3-ാം വാരം വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഈസ്റ്റർ കാലയളവിൽ 1-ാം വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഇന്ന് അതിൽ അതിപ്രധാനമായ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വിജാതിയരുടെ ഇടയിൽ പിന്നീട് സുവിശേഷം അറിയിച്ച കേന്ദ്ര കഥാപാത്രമായ പൗലോസ് അപ്പോസ്തലന്റെ ജീവിത വഴിത്തിരിവ് അവിടെ ശ്രവിക്കുകയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള അനുമതി പത്രവുമായി പോകുന്ന വഴിക്ക് ഒരു മിന്നൊളി അവന്റെ മേൽ പതിച്ചു. ഒരു സ്വരം അവനെ അസ്വസ്ഥമാക്കി. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ആരാണെന്നാരാഞ്ഞപ്പോൾ സ്വർഗം നൽകിയ മറുപടി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നായിരുന്നു. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കർത്താവിനെ ചമ്മട്ടി കൊണ്ടടിച്ച പീഡകരെ പോലെ സാവൂൾ യേശുവിനെ തന്റെ ഭൗതിക ശരീരത്തിൽ അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിക്കുകയായിരുന്നില്ല. എന്നിട്ടും സ്വർഗം നൽകിയ മറുപടി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നായിരുന്നു. ഇത് ക്രിസ്തുവും അവന്റെ സ്നാനമേറ്റ അംഗങ്ങളും തമ്മിലുള്ള ഐക്യത്തെ ഊന്നി പറയുന്നതാണ്. മാമോദിസ സ്വീകരിച്ച് പ്രസാദപരത്തിലായിരിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ്. നമ്മെ പീഡിപ്പിക്കുന്നവർ യേശുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമയിൽ ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്നതും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അവന്റെ സ്നാനത്തിൽ പങ്കുകൊള്ളുന്ന ഏവരെയും ചേർത്ത് നമ്മൾ സഭയെ ക്രിസ്തുവിന്റെ മൗതിക ശരീരമെന്ന് വിളിക്കുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ ശരീരത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്നതാണ് ഒന്നാമത്തെ സന്ദേശം. അതിന് വിഘാതം നിന്ന സാവൂൾ പിന്നീട് അന്ധനാകുന്നു. ഒരു ഫരിസേയനെ സംബന്ധിച്ച് വളരെ കടുത്ത പ്രഹരമാണിത്. കാരണം അന്ധർക്ക് ദേവാലയത്തിൽ പ്രവേശനമില്ല. അവർക്ക് തോറ വായിക്കാനോ പഠിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അന്ധരായതുകൊണ്ട് തന്നെ അശുദ്ധമായത് എന്തെങ്കിലും സ്പർശിച്ചിട്ടുണ്ടോ എന്നുപോലും അറിയാൻ സാധ്യതയില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി ഫരിസേയർ കരുതി മാറ്റി നിർത്തിയിരുന്നു. നിയമം കർശനമായി പാലിച്ചിരുന്ന ഫരിസേയരിൽ പ്രധാനിയായിരുന്നു സാവൂൾ. അന്ധത അവനെ ബാധിച്ചപ്പോൾ ചില ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ അവന്റെ മുമ്പിൽ ചോദ്യശരങ്ങൾ ഉയർത്തിയിട്ടുണ്ടാകും. ഇനി ജീവിതത്തിൽ ഈ അന്ധത മാറുമോ ഇല്ലയോ? ശിഷ്ടകാലം അത്രയും സ്വന്തം സമൂഹത്തിൽ ഒരു അപഹാസ്യനാകാനാണോ താൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ. എന്നാൽ അവനെ സൗഖ്യമാക്കാൻ ദൈവം ഒരുവനെ നിയോഗിച്ചിരുന്നു, അനനിയാസ്. എന്നാൽ സാവൂളിനെ പറ്റിയുള്ള അപകീർത്തി ദൈവേഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് അനന്യാസിനെ പിന്തിരിപ്പിച്ചെങ്കിലും മുൻവിധി മാറ്റി നിർത്തി അദ്ദേഹം ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിച്ചു. സാവൂളിന് കാഴ്ച തിരികെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ക്രിസ്ത്യാനിയിലൂടെ ഫരിസേയനായ സാവൂൾ സൗഖ്യം നേടി. അതവന്റെ മാനസാന്തരത്തിന് കാരണമായി. മുൻവിധികളില്ലാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നതാണ് രണ്ടാമത്തെ സന്ദേശം. സുവിശേഷത്തിൽ യേശുവിന്റെ പ്രബോധനം കേട്ട് പരസ്പരം തർക്കിക്കുന്ന യഹൂദരെയാണ് കണ്ടുമുട്ടുന്നത്. തന്റെ ശരീരം ഭക്ഷണമായി തരാൻ എങ്ങനെ ഇവന് സാധിക്കുമെന്നതാണ് വിഷയം. കാരണം മോശയുടെ നിയമമനുസരിച്ച് രക്തം പാനം ചെയ്യാൻ പാടില്ല. ലേവ്യരുടെ പുസ്തകത്തിൽ കാരണമായി പറയുന്നത് ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് എന്നാണ്. ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളാക്കുമ്പോൾ ആ ജീവൻ പകരുന്നു എന്നാണ് അർത്ഥം. അശുദ്ധമായ മൃഗങ്ങളുടെ മാംസരക്തങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് താഴ്ന്ന ഗ്രഡിലേക്കുള്ള ജീവൻ പകരാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതേ കാരണത്താലാണ് യേശു തന്റെ ശരീരം ഭക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതും എന്നതാണ് സത്യം. അതായത് ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ, ദൈവീക ജീവൻ നമുക്ക് പകർന്നു ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവൻ ദൈവപ്രകൃതിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും അവന്റെ ശരീരം ഭക്ഷിക്കണം. ദൈവപ്രകൃതിയിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് നിത്യത നമുക്ക് അവകാശമായി ലഭിക്കുന്നത്. നിത്യതയിലേക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ 2-ാം ലേഖനത്തിൽ നമ്മൾ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നതും ഉപവിപ്രവർത്തനങ്ങൾ വഴി അവ പരിപൂർണമാക്കാൻ ആവശ്യപ്പെടുന്നതും. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, മാമോദീസയിലൂടെ ക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന നാം പരിശുദ്ധ കുർബാനയിലൂടെ പൂർണ്ണമായ ദൈവപ്രകൃതിയിൽ പങ്കുകാരാകട്ടെ. പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് പോലെ അത് ഉപവിപ്രവർത്തനങ്ങൾ വഴി പരിപൂർണമാക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.